മുഖ്യമന്ത്രി യൂറോപ്പിൽ പഠിക്കേണ്ടതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമായ ചില കൊച്ചു കാര്യങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രി യൂറോപ്യൻ പര്യടനത്തിലാണ്. നോർവേയും ബ്രിട്ടനുമടക്കം വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ഉന്നതമായ സാങ്കേതിക നിലവാരങ്ങളും ഭരണരീതികളും കണ്ടുപഠിച്ച് അതെല്ലാം കേരളത്തിൽ നടപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് മുഖ്യമന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തിനുമുള്ളത്. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ജനമനസ്സുകളിൽ ഉത്തരം ലഭിക്കാതെ തുടരുകയാണ്. മുഖ്യമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിന് വിദേശത്തേക്ക് പോകുമ്പോൾ മകളെയും കൊച്ചുമകനെയും കൂടെ കൂട്ടിയത് എന്തിനാണ്? അതും സകുടുംബം നടത്തിയ പല പഴയ വിദേശ യാത്രകളെ കുറിച്ച് സ്വപ്ന സുരേഷ് ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ തനിക്ക് സഹോദര തുല്യനാണ് എന്ന് കണ്ടമിടറിയ വാക്കുകളിൽ പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചിത എരിഞ്ഞടങ്ങും മുമ്പ് പ്രത്യേക സ്വകാര്യ ഹെലികോപ്റ്ററിലാണ് യൂറോപ്പിലേക്ക് പറക്കാൻ നെടുമ്പാശ്ശേരിയിലെത്തിയത്. എന്തായാലും മുഖ്യമന്ത്രി നോർവേയും ബ്രിട്ടനും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഗവൺമെന്റ് പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുന്നത് കേരളത്തിന്റെ പുരോഗതിക്കും കേരള സമൂഹത്തിനും വേണ്ടിയാണല്ലോ എന്നത് മാത്രമാണ് ആശ്വാസം തരുന്ന ഏക കാര്യം. പല രോഗങ്ങളുടെ നടുവിലും വയസ്സാം കാലത്ത് വളരെയേറെ കഷ്ടപ്പെട്ട് അനേക മണിക്കൂറുകൾ വിമാനയാത്ര ചെയ്ത് യൂറോപ്പിലെത്തിയത് നമ്മുടെ സംസ്ഥാനം വികസിച്ചു കാണാനും ഇവിടുത്തെ ജനങ്ങൾ യൂറോപ്പിലെ ജനതയുടെ നിലവാരത്തിലേക്ക് ഉയരാനും വേണ്ട അദ്ദേഹത്തിന്റെ അഗാധമായ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാകണം. എങ്കിലും നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞ് യൂറോപ്യൻ പര്യടനത്തിന് പോയ മുഖ്യമന്ത്രി ആ രാജ്യങ്ങളിലെ ചില കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയുന്നത് നല്ലതാണ്. നോർവേ അടക്കം പല യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രായമായ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ വക പെൻഷൻ നൽകുന്നുണ്ട്. അക്കാര്യങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി അവിടുത്തെ ഭരണാധികാരികളോട് ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വേണം കേരളത്തിലേക്ക് മടങ്ങാൻ. അവിടെ സർക്കാരുകൾ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും മാത്രമല്ലാതെ മറ്റുള്ളവർക്കും പെൻഷൻ നൽകുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ മുഖ്യമന്ത്രി കൂടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെ ചുമതലപ്പെടുത്തണം. നമ്മുടെ നാട്ടിലെ വൃദ്ധജനങ്ങൾക്ക് കൊടുക്കുന്നത് കേവലം നാമമാത്രമായ വൃദ്ധ പെൻഷൻ ആണല്ലോ. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് അവിടെയുള്ള വയോജനങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി നിരീക്ഷിച്ച് പഠിക്കട്ടെ. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ മന്ത്രിമാർക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെന്നും അവർക്ക് ശമ്പളവും പെൻഷനും എത്ര വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത്തരം പരിഷ്കാരങ്ങൾ ഇവിടെയും നടപ്പാക്കാമല്ലോ. ഇനി അവരെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ പിൻവാതിലൂടെയാണോ നിയമിച്ചത് എന്ന് കൃത്യമായി ചോദിച്ചറിയുന്നതും കേരളത്തിന്റെ വികസനത്തിന് ഏറെ സഹായകരമായിരിക്കും. മുഖ്യമന്ത്രി മറക്കാതെ പഠിക്കേണ്ട മറ്റൊരു കാര്യം, അവിടെ കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ആ രാജ്യങ്ങളിൽ എത്ര ഹർത്താലുകൾ നടന്നിട്ടുണ്ട് എന്നതാണ്. ഇനി അവർക്കെങ്ങാനും ഹർത്താൽ നടത്തിയാൽ ലഭിക്കുന്ന നന്മകളെ കുറിച്ച് അറിയില്ലെങ്കിൽ അതിന്റെ ഗുണവശങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും നല്ലതാണ്. എന്തായാലും അവരുടെ പക്കൽ നിന്ന് പുതിയ അറിവുകൾ സ്വീകരിക്കുന്നതിനോടൊപ്പം നമ്മൾ സ്വായത്തമാക്കിയ നല്ല അറിവുകൾ അവർക്ക് കൈമാറുന്നതും നല്ലതല്ലേ? നമ്മുടെ നാട്ടിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ട്രേഡ് യൂണിയന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. കേരളത്തിന്റെ വിജയരഹസ്യം എന്താണെന്ന് യൂറോപ്പിലുള്ളവർ കൂടി മനസ്സിലാക്കട്ടെ. എന്തായാലും ഇന്ത്യയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നേട്ടങ്ങൾ ഈ യാത്ര വഴി യൂറോപ്പ് മുഴുവൻ അറിയാൻ ഇടവരട്ടെ എന്ന ഒറ്റ ആഗ്രഹത്തിലാണ് കേരള ജനത.